ട്രംപ് ഭരണകൂടം ലോകമെമ്പാടുമുള്ള ഒട്ടുമിക്ക യുഎസ് എയ്ഡ് പ്രോഗ്രാംസും മരവിപ്പിക്കുകയാണ്. അടുത്തിടെയാണ് വിദേശ ഫണ്ട് നൽകുന്നതിൽ നിയന്ത്രണവുമായി ട്രംപ് ഭരണകൂടം രംഗത്തെത്തിയത്. യുക്രൈൻ ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങൾക്ക് നൽകുന്ന ഫണ്ട് യുഎസ് ഇത്തരത്തിൽ നിർത്തലാക്കി. റഷ്യ ആക്രമണം തുടങ്ങിയതിനു ശേഷം യുക്രൈനിന് വൻതോതിൽ സഹായം നൽകിയത് യുഎസ് ആയിരുന്നു. ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. എന്തായാലും നീക്കത്തെ തുടർന്ന് യുഎസ് ധനസഹായത്തോടെയുള്ള എയ്ഡ് പ്രോഗ്രാമുകൾ ജീവനക്കാരെ പിരിച്ചുവിടുകയും അടച്ചുപൂട്ടുകയും അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ നിർത്തുകയും ഒക്കെ ചെയ്യുകയാണിപ്പോൾ. ഏറ്റവും പ്രതിസന്ധിയിലായത് ബംഗ്ലാദേശാണ്. ബംഗ്ലാദേശിനുള്ള എല്ലാ സഹായങ്ങളും അമേരിക്ക നിർത്തലാക്കിയിരിക്കുകയാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റിന്റെ പരിധിയിൽ ബംഗ്ലാദേശിൽ നിലവിലുള്ള എല്ലാ കരാറുകളും ഗ്രാന്റുകളും പദ്ധതികളും നിർത്തലാക്കാനാണ് തീരുമാനം. ബംഗ്ലാദേശിൽ മാത്രമല്ല, USAIDയുടെ പരിധിയിൽ വിവിധ രാജ്യങ്ങൾക്ക് നൽകി വരുന്ന സഹായങ്ങളെല്ലാം ട്രംപ് കഴിഞ്ഞ ദിവസമാണ് നിർത്തലാക്കിയത്. യുക്രൈനെ സംബന്ധിച്ച് സാമ്പത്തിക സഹായം ലഭിക്കാതാകുന്നത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. റഷ്യൻ അധിനിവേശത്തെ ചെറുക്കാൻ ശ്രമിക്കുന്ന യുക്രൈനിന്റെ പ്രതിരോധ ശേഷിയെ സാരമായി ബാധിക്കുന്നതാണ് യുഎസിന്റെ ഈ ഒരു തീരുമാനം. പക്ഷേ ഈ നിലയിലും ഇസ്രായേലിനും ഈജിപ്തിനുമുള്ള അടിയന്തര സൈനിക സഹായവും സുഡാൻ അടക്കമുള്ള രാജ്യങ്ങളിലേക്കുള്ള അടിയന്തര ഭക്ഷ്യസഹായവും യുഎസ് നിർത്തിയിട്ടില്ല. രാജ്യത്തിന്റെ പുതിയ വിദേശ നയങ്ങളുമായി പൊരുത്തപ്പെടുന്ന സാമ്പത്തിക സഹായം മാത്രം തുടരാനുള്ള പദ്ധതികളുടെ ഭാഗമാണ് ഈ ഒരു നടപടി. 90 ദിവസത്തേക്കാണ് സഹായം നൽകുന്നത് നിർത്തുന്നതെന്നും ശേഷം സഹായം നൽകുന്നത് പുനഃസ്ഥാപിക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുമെന്നാണ് റിപ്പോർട്ട്. വിവിധ ആരോഗ്യ പദ്ധതികൾക്ക് നൽകുന്ന ഫണ്ട് ഉൾപ്പെടെ ഇത്തരത്തിൽ നിർത്തലാക്കുമെന്നാണ് സൂചന. ഇന്ത്യക്ക് $175 മില്യൺ, പാകിസ്ഥാന് $231 മില്യൺ, ബംഗ്ലാദേശിന് $400 മില്യൺ ഉൾപ്പെടെ USAID 158 രാജ്യങ്ങളിലേക്ക് ഏകദേശം $45 ബില്യൺ വിദേശ സഹായം വിതരണം ചെയ്യുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ സഹായദാതാവാണ് യുഎസ്. ഏതാണ്ട് 6 ലക്ഷം കോടി രൂപയോളം വരും യുഎസ് നൽകുന്ന വിദേശ സഹായങ്ങൾ. ഈ സഹായത്തോടെ ദാരിദ്ര്യം, രോഗം, മാനസിക പ്രതിസന്ധികൾ എന്നിവ കൈകാര്യം ചെയ്തിരുന്ന എല്ലാ രാജ്യങ്ങളെയും ഈ ഒരു നീക്കം ബാധിക്കും. ഇനി ഈ നീക്കം സാരമായി ബാധിക്കുന്ന മറ്റൊരു മേഖലയാണ് ആരോഗ്യ മേഖല. ട്രംപ് ഭരണകൂടം പാസാക്കിയ എക്സിക്യൂട്ടീവ് ഉത്തരവുകളുടെ ഒരു പരമ്പരയുടെ ഭാഗമായ ഈ ഒരു നീക്കം പകർച്ചവ്യാധികൾ, മാതൃശിശു ആരോഗ്യം, പാൻഡമിക് തയ്യാറെടുപ്പ് തുടങ്ങിയ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്ന നിർണായക ആരോഗ്യ പരിപാടികൾ ഉൾപ്പെടെ നിരവധി വിദേശ സഹായ പദ്ധതികളുടെ താൽക്കാലിക വിരാമം കൂടിയാണ്. ട്രംപ് ഭരണകൂടത്തിന്റെ ഈ ഒരു നിലപാട് ബാധിച്ചിരിക്കുന്നത് കോടിക്കണക്കിന് മനുഷ്യരെയാണ്. ആഗോള പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്നതിലും മാനുഷിക പിന്തുണ നൽകുന്നതിലും നയതന്ത്ര ബന്ധങ്ങൾ വളർത്തുന്നതിലും USAIDന് കീഴിലുള്ള വിദേശ സഹായ പരിപാടികൾ നിർണായകമാണ്. സ്റ്റോപ്പ് വർക്ക് ഓർഡർ മൂലമുണ്ടായേക്കാവുന്ന തടസ്സങ്ങളൊക്കെയും ലോകമെമ്പാടുമുള്ള പൊതുജനാരോഗ്യ ഇൻഫ്രാസ്ട്രക്ചറുകൾ ദുർബലമാക്കും. അതുപോലെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വലിയ തിരിച്ചടി കൂടിയാണ്. ഈ സ്റ്റോപ്പ് വർക്ക് ഓർഡർ നിലവിലുള്ളതും പുതിയതുമായ എല്ലാ സഹായങ്ങളെയും, അതായത് ആരോഗ്യ സംരക്ഷണം, വികസനം, സൈനിക സഹായം തുടങ്ങി എല്ലാ മേഖലകളെയും അനിശ്ചിതത്വത്തിലാക്കുന്നു. അടുത്തതാണ് വില കുറഞ്ഞ വാക്സിനേഷനുകൾ, പ്രസവത്തിന് മുന്നേയുള്ള പരിചരണം, സുരക്ഷിതമായ പ്രസവം, ഗർഭനിരോധന മാർഗങ്ങൾ എന്നിവയെ ആശ്രയിക്കുന്ന 90 മില്യണിലധികം സ്ത്രീകൾക്കും കുട്ടികൾക്കും നിർണായകമായ മെഡിസിൻസിന്റെയും മറ്റ് സപ്ലൈസിന്റെയും വിതരണം ഈ ഉത്തരവ് നിർത്തിവെക്കും. 23 രാജ്യങ്ങളിലെ 65 ലക്ഷം അനാഥർക്കും ദുർബലരായ കുട്ടികൾക്കും അവരെ പരിചരിക്കുന്നവർക്കുമൊക്കെ നേരിട്ടുള്ള സേവനങ്ങളും ഈ ഒരു ഉത്തരവ് നിർത്തലാക്കും. HIV ബാധിതരായ 200 ലക്ഷം ആളുകളെയും ഇത് ബാധിക്കും. ആരോഗ്യ പരിപാടികൾക്കപ്പുറം ആഗോള ഹെൽത്ത് ബ്യൂറോയുടെ പകുതിയോളം വരുന്ന കരാർ ജീവനക്കാരെ എയ്ഡ് പ്രോഗ്രാംസിന്റെ സസ്പെൻഷൻ USAIDയുടെ ശേഷിയെ ഭീഷണിപ്പെടുത്തുന്നു. എന്തായാലും US വിദേശ സഹായത്തിന്റെ ഭാവിയെക്കുറിച്ചും ആഗോള ആരോഗ്യ സംരംഭങ്ങളെ നിലനിർത്തുന്നതിൽ അതിന്റെ പങ്കിനെക്കുറിച്ചും ചർച്ചകൾ തുടരുകയാണ്. ലോകം ഭയത്തോടെ തന്നെ നിരീക്ഷിക്കുകയാണ് USന്റെ ഓരോ നീക്കവും.